എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് ശക്തമായിട്ടുള്ള മഴയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്തത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം, അതുപോലെ തന്നെ നമ്മുടെ എറണാകുളം ജില്ലകളിലുമൊക്കെ ശക്തമായിട്ടുള്ള മഴ ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. പല ജില്ലകളിലും ഇപ്പോഴും ശക്തമായ മഴയാണ് തുടരുന്നത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വരുന്നത്. പക്ഷേ മുൻപത്തെ അപേക്ഷിച്ച് മഴയുടെ ശക്തി ലേശം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലും ഒക്കെ മഴ കൂടുതൽ ശക്തമാവുകയൊക്കെ ചെയ്തു. അതുപോലെ തന്നെ വഴികളിലെല്ലാം, അതായത് റോഡുകളിലെല്ലാം തന്നെ വെള്ളം കയറുന്ന സാഹചര്യവും ഉണ്ടായി. അതുകൊണ്ട് കൂടുതൽ കർശനമായിട്ടുള്ള, വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെയൊക്കെ പണികൾ ചെയ്തു തീർക്കാനുള്ള നടപടിയിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നു എന്നുള്ള അറിയിപ്പാണ്. ഇതുകൂടാതെ തന്നെ തൃശ്ശൂരിൽ ശക്തമായിട്ടുള്ള മഴയിൽ കോളേജ് റോഡിൽ വലിയ മരം തന്നെ മറിഞ്ഞു വീണു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ ഇപ്പോൾ ഇടുക്കി ജില്ലയിൽ പാമ്പ്ള, അതുപോലെ തന്നെ കല്ലാർകുട്ടി ഡാമുകൾ തുറക്കുന്നതിന് വേണ്ടിയുള്ള അനുമതി നൽകിയിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ്. ഡാമുകളൊക്കെ, ചെറിയ ഡാമുകൾ വളരെ പെട്ടെന്ന് തുറക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഡാമിൻ്റെയും നദികളുടെ ഇരുവശവും താമസിക്കുന്ന ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം ഇപ്പോൾ അറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇതുകൂടാതെ തന്നെ എറണാകുളം ജില്ലയുടെ പല മേഖലകളിലും ശക്തമായിട്ടുള്ള മഴ ലഭിച്ച സാഹചര്യത്തിൽ ആലുവ, കൊച്ചി, അതുപോലെ തന്നെ പല മേഖലകളിലും വെള്ളത്തിൽ മുങ്ങുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോഴും പല മേഖലകളും വെള്ളത്തിലാണ് എന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പ്. മാത്രവുമല്ല, കേരളത്തിലാകമാനം മഴയുടെ കെടുതികൾ മൂലം 2 പേർ മരണപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നത്. കാലവർഷം തുടങ്ങുന്നതിന് മുമ്പ് ഇതാണ് അവസ്ഥയെങ്കിൽ ഏത് രീതിയിലായിരിക്കും വീണ്ടും മഴ വരുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംശയമായിട്ട് തന്നെ ഇപ്പോഴും നിൽക്കുകയാണ്. നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ വലിയ രീതിയിലുള്ള മഴ പെയ്യും എന്നുള്ളതാണ്. തൃശ്ശൂരിൽ തന്നെ ആശുപത്രികളൊക്കെ വെള്ളത്തിൽ മുങ്ങുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. നമ്മൾ ദൃശ്യങ്ങൾ കണ്ടു. പല മേഖലകളിലും വെള്ളം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി. കൂടാതെ തന്നെ പലയിടങ്ങളിലും അപകടങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടായി. കോഴിക്കോട് ഏകദേശം 27ഓളം വീടുകളാണ് ഭാഗികമായിട്ട് തകർന്നത്. പലയിടങ്ങളിലും കടലാക്രമണം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. നിലവിൽ ഇന്ന് 7ഓളം ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എങ്കിൽ പോലും ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലും അതുപോലെ തന്നെ എറണാകുളം ജില്ലയിലും ഇന്നലെ രാത്രി അതിശക്തമായ മഴ പെയ്തു എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് വരുന്നത്. പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുക. വരുന്ന മണിക്കൂറുകളിൽ മഴ വീണ്ടും ശക്തമാകാം.